പലതരം മോട്ടിവേഷനുകൾ, അതിന് പിന്നിലെ ആളുകൾ, ഇത് രണ്ടും പലപ്പോഴായി നമ്മുടെ ഇടയിൽ വൈറലായിട്ടുണ്ട്. മോട്ടിവേഷന്റെ ഇടയ്ക്ക് വീര്യം കൂട്ടാൻ കുറച്ച് തെറി വിളിച്ച ആളെ നമുക്കറിയാം. ഒരു മോട്ടിവേഷണൽ കഥ പറഞ്ഞ് എയറിലായ ആളെയും നമുക്കറിയാം. പിന്നെ അറിയാതെയാണെങ്കിലും കേൾക്കുമ്പോൾ മോട്ടിവേഷനും ഡിപ്രഷനും ഒരുമിച്ച് വരുന്ന ഈ വരികളും നിങ്ങൾക്കറിയാം. ഇതൊന്നും കൂടാതെ മോട്ടിവേഷൻ, സെൽഫ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ ബുക്കുകളും ധാരാളം ഇറങ്ങുന്നുണ്ട്. മോട്ടിവേഷൻ ഒരു ബിസിനസ് ആകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെയാണ് അവർ നമുക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് തന്നെ വിറ്റ് വലിയവനായ ഒടുവിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെയും നമുക്കറിയാം. ഫേക്കായ സ്വപ്നങ്ങളെ നടക്കുമെന്ന് വിശ്വസിപ്പിച്ച് വിൽക്കുന്നതാണ് ഏറ്റവും വലിയ ചതി എന്നൊരു കോട്ട് ഞാൻ എവിടെയോ കണ്ടിരുന്നു. അതിന്റെ വേറൊരു പേരാണ് ടോക്സിക് പോസിറ്റിവിറ്റി. സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകളായി പറന്നു നടക്കുന്ന ഗുഡ് വൈബ്സ് ഓൺലി, ബി ഹാപ്പി ഒക്കെ നിങ്ങൾ കണ്ടു കാണും. നെഗറ്റീവായ ഫീലിംഗ്സിനെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഫുൾ പോസിറ്റീവ് മാത്രം എടുത്തു കാണിക്കുക എന്നതാണ് ടോക്സിക് പോസിറ്റിവിറ്റി. ഇത് ജീവിതത്തിന്റെ പല മേഖലകളിലും അപ്ലൈ ചെയ്യാൻ മോട്ടിവേഷൻ തരുന്നവരുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ അക്കാഡമിക്കലി പരാജയപ്പെടുമ്പോൾ ബിൽ ഗേറ്റ്സും സ്റ്റീവ് ജോബ്സും കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ മോട്ടിവേഷൻ ആണെന്ന് തോന്നും, നല്ല ഫീൽ ഗുഡ് മോട്ടിവേഷൻ എന്ന് കരുതും. എന്നാൽ യഥാർത്ഥത്തിൽ ടോക്സിക് പോസിറ്റിവിറ്റിയെ മോട്ടിവേഷൻ എന്ന രീതിയിൽ ഇട്ടു തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ബിൽ ഗേറ്റ്സ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഡ്രോപ്പ് ഔട്ട് ആയത് തോൽക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, പകരം മൈക്രോസോഫ്റ്റ് തുടങ്ങാൻ വേണ്ടിയാണ് കോളേജ് വിട്ടത്. അതായത് നന്നായി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലും വലുത് ചെയ്യാൻ കഴിയുമെന്ന ഉറപ്പിലാണ് കോളേജ് വിട്ടത്. സ്റ്റീവ് ജോബ്സും ഏതാണ്ട് ഇതുപോലെ ഇലക്ട്രോണിക്സിൽ ചെറുപ്പം മുതലേ കമ്പമുള്ള എഞ്ചിനീയറിംഗ് പ്രോഡിജി ആയിരുന്നു, അല്ലാതെ ഉഴപ്പി കോളേജ് വിടുന്നതല്ല. അതായത് അവർക്ക് കഴിവുള്ളത് കൊണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് കോളേജ് വിട്ടത്. അതും നമ്മുടെ നാട്ടിൽ സാധാ സ്കൂളിൽ നിന്നും തോറ്റുപോയി പഠിത്തം നിർത്തുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇനി തോറ്റ് പഠിത്തം നിർത്തി പിന്നീട് അക്കാഡമിക്സിൽ വലിയവരായ ഒന്ന് രണ്ട് പേർ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ, അതൊക്കെ വെറും എക്സെപ്ഷൻസ് ആണ്. ഈ ടോക്സിക് പോസിറ്റിവിറ്റിയെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നിങ്ങളിൽ പലർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നിങ്ങളിൽ ചിലർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ മെഡിസിൻ ട്രൈ ചെയ്യുന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം കേരള മെഡിക്കലിന്റെ റിസൾട്ട് വന്നിരുന്നു. അതിൽ ആദ്യത്തെ 100-ൽ 5 റാങ്ക് കിട്ടിയ ഡോപ്പ എന്ന സ്ഥാപനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവരുടെ ട്രാക്ക് റെക്കോർഡ്, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ്, ഇതൊക്കെ അവിടെയുള്ള സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ച് വെരിഫൈ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അവിടെ ജോയിൻ ചെയ്താൽ മതി എന്നാണ് ഡോപ്പ ടീം പറയുന്നത്. പൊതുവെ ആരായാലും വേണ്ടില്ല, ഇവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മെഡിസിൻ സീറ്റ് ഉറപ്പ് എന്ന രീതിയല്ല അവരുടേത്. മറിച്ച് നന്നായി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്ക് ഏറ്റവും മികച്ച ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഡോപ്പ ടീം പറയുന്നത്. കൂടാതെ ഇവരൊരു ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് വെച്ച് അഡ്മിഷൻ കിട്ടുമോ, ഗവൺമെന്റ് സീറ്റിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങളിലുള്ള ചാൻസ് എന്താണ്, അങ്ങനെ പല കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ റാങ്ക് നൽകി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണിത്. അപ്പൊ ഈ ഒരു ടൂളിന്റെ ഡീറ്റെയിൽസും ഡോപ്പയുടെ ഡീറ്റെയിൽസും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ട ലിങ്ക് താഴെ കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മെഡിസിൻ കോച്ചിങ്ങിന് താല്പര്യമുള്ളവർ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പോസിറ്റിവിറ്റി കലർന്ന മോട്ടിവേഷൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കുട്ടികൾ അനുഭവിക്കുന്ന യഥാർത്ഥ പേടിയെയും പ്രഷറിനെയും നിസാരവൽക്കരിക്കലാണ്. അതോടൊപ്പം അൺറിയലിസ്റ്റിക് ആയ പ്രതീക്ഷകൾ നൽകലും ഒപ്പം ഒന്നുകൂടെയുണ്ട്. നിങ്ങൾ തോറ്റുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജീനിയസ് ആണ്, ആളുകൾക്ക് അത് മനസ്സിലാകാത്തതാണ് എന്ന തരത്തിൽ മോട്ടിവേഷൻ കൊടുത്ത് കുഴിയിൽ ചാടിക്കുന്നതിനേക്കാൾ നിങ്ങൾ എന്തിലാണോ സ്ട്രഗിൾ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന സത്യം തുറന്നു പറയുന്നതാണ് യഥാർത്ഥ മോട്ടിവേഷൻ. ഒരു പക്ഷേ കുറച്ചുകൂടെ ഹാർഡ് വർക്ക്, കുറച്ചുകൂടെ ഫോക്കസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആവശ്യം. ടോക്സിക് പോസിറ്റിവിറ്റി അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ പല മേഖലകളിലും വില്ലന്മാരാകാറുണ്ട്. ടോക്സിക് പോസിറ്റിവിറ്റി റിയാലിറ്റിയെ ഇഗ്നോർ ചെയ്യുന്നു. ലൈഫ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ല. നമുക്കെല്ലാം വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറയുന്നത് ആ വേദനയെ ഹൈഡ് ചെയ്യാൻ പറയലാണ്. ആണുങ്ങളിൽ പെണ്ണുങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു പ്രതിഭാസം കൂടുതലാണ് എന്നൊരു സ്റ്റഡിയുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ചിരിച്ചുകൊണ്ട് നേരിടണമെന്ന് ആണുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമൂഹമായതുകൊണ്ടാകാം. ടോക്സിക് പോസിറ്റിവിറ്റി കുട്ടികളിലെ റെസിലിയൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നൊരു പഠനവുമുണ്ട്. അതായത് ഒരു നഷ്ടത്തിൽ അതിന്റെ വേദന, അതുമായി പൊരുത്തപ്പെടൽ, സ്ട്രെസ് ഇതൊക്കെ അനുഭവിക്കാൻ അനുവദിക്കാതെ ആ ഇമോഷൻസിനെ ഒന്നും വാലിഡേറ്റ് ചെയ്യാതെ ഇരുന്നാൽ എങ്ങനെ ചാലഞ്ചിങ് ഫേസസിനെ നേരിടുമെന്നത് കുട്ടി പഠിക്കാതെ പോകുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവെ പേരൻസ് കുട്ടികൾ എന്തിനെ പറ്റിയെങ്കിലും ജെനുവീനായി ആശങ്ക പറയുമ്പോൾ നിന്നെ പോലെയല്ലേ മറ്റു കുട്ടികളും, അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അപ്പൊ നിനക്കും ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ നിനക്ക് ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങളില്ലേ, ഒന്നും ചിന്തിക്കാതെ ഹാപ്പി ആയിരുന്നു പഠിച്ചാൽ പോരെ എന്നും സ്ഥിരം കുട്ടികൾ കേൾക്കാറുള്ള ഒന്നാണ്. അവരുടെ ആ യഥാർത്ഥ പ്രശ്നത്തെ കേൾക്കാതെ വരികയും പകരം ഉള്ളതിൽ ഹാപ്പിയായിരിക്കും എന്ന് കേൾക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ കുട്ടി തന്നെ സംശയിക്കുന്ന അവസ്ഥ വരും. എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, ഇല്ലെന്നാണല്ലോ പാരന്റ്സ് പറയുന്നത് എന്ന അവസ്ഥ. അതുപോലെ തന്നെ ടോക്സിക് പോസിറ്റിവിറ്റി നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ ടോക്സിക് പോസിറ്റിവിറ്റി ആദ്യം ഫീൽ ഗുഡ് ആയൊക്കെ തോന്നുമെങ്കിലും ശരിക്കും നമ്മുടെ മോട്ടിവേഷൻ കളയുന്ന ഒന്നാണത്. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ലോജിക്കൽ തിങ്കിങ് ഇതിനെയൊക്കെ പാര വയ്ക്കുന്ന ഒന്നാണ് ടോക്സിക് പോസിറ്റിവിറ്റി. അത് മാത്രമല്ല നമ്മുടെ ഡെയിലി ഇന്ററാക്ഷൻസിനെ വരെ ഇത് അഫക്ട് ചെയ്തേക്കാം. ഒരു ഉദാഹരണത്തിന്, നിങ്ങളോട് ഒരാൾ അയാളുടെ കറന്റ് സിറ്റുവേഷനെ പറ്റി ഒരു ആശങ്ക പങ്കുവയ്ക്കുന്നു എന്ന് കരുതുക. ഭയങ്കര പോസിറ്റിവിറ്റിയുടെ ആളായ നിങ്ങൾ എല്ലാം ശരിയാകും, എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, നിനക്ക് ഇത്രയും കാര്യങ്ങൾ ഹാപ്പിയായി നടക്കുന്നില്ലേ എന്നൊക്കെ അയാളെ ആശ്വസിപ്പിക്കാൻ പറയുമ്പോൾ അയാളുടെ ആശങ്കയെ നിങ്ങൾ ഇൻവാലിഡേറ്റ് ചെയ്യുകയാണ്. അവിടെ ശരിയായ കംഫർട്ട് അവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പകരം പൊള്ളയായ കുറച്ച് വാക്കുകൾ മാത്രം. അതിനെ ക്രൂവൽ ഒപ്റ്റിമിസം എന്ന് പറയാം. അപ്പൊ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വേണ്ടത് ടോക്സിക് പോസിറ്റിവിറ്റി അല്ല, മറിച്ച് എമ്പതി കലർന്ന റിയലിസം ആണ്. നിങ്ങൾ ഈ ടാബ് വാങ്ങി എന്റെ കോഴ്സും വാങ്ങിയാൽ
നിങ്ങളെ ഞാൻ എഞ്ചിനീയറും ഡോക്ടറും ആക്കി തരുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ രക്ഷിതാക്കളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ടോക്സിക് പോസിറ്റിവിറ്റിയാണ്. പകരം നിങ്ങളുടെ കുട്ടി ആ ഗോളിന് വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആ ലക്ഷ്യം നേടിയെടുക്കാൻ അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. എന്നിരുന്നാലും ഇത് ലക്ഷക്കണക്കിന് പേര് എഴുതുന്ന ഒരു എക്സാം ആണ്. അതിൽ ഏറ്റവും ഉയർന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് റിയാലിറ്റിയും മോട്ടിവേഷനും കൂടി ചേർന്ന ഒന്നാണ്. അപ്പൊ ഇനി മുതൽ നമ്മൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അത് ഷാലോ ആയ വെറും പോസിറ്റിവിറ്റി മാത്രം നിറഞ്ഞ കുറച്ച് വാക്കുകളായി പോകുന്നുണ്ടോ എന്ന് സ്വന്തം ഒന്ന് വിശകലനം നടത്തി നോക്കാം. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്നില്ല. ദേഷ്യം തോന്നുന്നത്, ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്, ആശങ്ക തോന്നുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇത് മനസ്സിലാക്കുന്ന കുട്ടികൾ, ഇത് മനസ്സിലാക്കുന്ന പേരൻസും ടീച്ചേഴ്സിനും ഇടയിൽ പഠിക്കുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്ത് ബെറ്റർ ആകും. ഒപ്റ്റിമിസം എന്നത് ബുദ്ധിമുട്ടുകളെ, ഹാർഡ് വർക്കിനെയൊക്കെ ഡിനൈ ചെയ്യലല്ല, മറിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഡോപ്പ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. മെഡിസിന്റെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡോപ്പയിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.